ഒരു 1.5 വർഷം മുമ്പാണ് ദേവൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറയുന്നത്, മാരീഡിൽ വന്ന് കഥ പറയുന്നത്. അങ്ങനെ ഒരു 1.5 വർഷം മുമ്പ് ഒരു സിനിമയിലേക്ക് ഒരു കഥാപാത്രത്തിന് വിളിക്കുന്നതന്നെ വലിയ പ്രൗഡാണ്. ഇവിടെയൊക്കെ ഓരോ സിനിമയിലൊക്കെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരാളെ വിളിക്കുന്നത്. കാരണം അയാൾ എന്തെങ്കിലും വിഷയമായി, വേറൊരു ആക്ടർക്ക് വിഷയമാണ്, ഉടനെ ആ ചേട്ടാ ഫ്രീ ആണോ ഇത്ര ദിവസം, അങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ പോയി ചെയ്യാറുണ്ട്. അതൊന്നും നമ്മൾ അത്തരം കോംപ്ലക്സസ് നമുക്കില്ല. പോയി വിളിച്ചാൽ ചെയ്യണം, നമ്മുടെ വിധിയാണത്, നമ്മൾ ആ ക്യാരക്ടർ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഇതങ്ങനെയല്ലായിരുന്നു. ഇതൊരു 1.5 വർഷം മുമ്പേ ദൈവം എന്ന് പറഞ്ഞ് ചേട്ടാ ഇന്ന ക്യാരക്ടറാണെന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചാണ്. അത് തന്നെ വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഒരു 90കളിൽ ഞങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഈ സിനിമയിൽ. കാരണം ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാം ആ കാലയളവിലുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ആ ഒരു വൈബായിരുന്നു മൊത്തം സെറ്റിൽ. അതിൻ്റെ കൂടെ കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഇവർ ഈ പുതിയ ജനറേഷനിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളന്ന് 90 ചെയ്യുമ്പോൾ അന്ന് ശങ്കരാചാര്യനോടെയും ബാലങ്കേജാരുടെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളന്ന് ന്യൂജനാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നിങ്ങളുള്ളത്. അതെ. ഇപ്പോൾ വിനീത് ഞാനൊക്കെ സർഗം ചെയ്യുമ്പോൾ അന്ന് ഇളയഞ്ചേട്ടനുണ്ട്, വേണുവേട്ടനുണ്ട്, അതൊക്കെ നിൽക്കില്ലേ. അപ്പോൾ നമ്മളന്ന് ന്യൂജൻ അല്ലേ, അവരൊക്കെ ഓൾഡ് ജനറേഷൻ. അപ്പോൾ അതേ ഫീലായിരിക്കും ഇവർക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര രസമുള്ള സെറ്റായിരുന്നു. ഇത്രയും സന്തോഷിച്ച് പിരിഞ്ഞ ഒരു സെറ്റ് എൻ്റെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. അത്രയധികം അല്ലേ, എല്ലാവരും അങ്ങോട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു കെമിസ്ട്രി ആയിരുന്നു എല്ലാവരും. എടുത്തു പറയേണ്ടത് അശോകേട്ടന് ഒരു അസാധ്യം ട്രീറ്റ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞത്.